ഉത്സവങ്ങൾ ഭക്തിയുടെയും ആത്മീയതയുടെയും സാമൂഹിക ഐക്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. പക്ഷേ അത് ആഡംബരത്തിൻ്റെയും അപകടകരമായ പ്രകടനങ്ങളുടെയും വേദിയായി മാറുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് തിരിച്ചറിയാനാകാത്ത 29 ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. ക്ഷേത്രത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന പണം ആനയെയും കരിമരുന്നിനെയുമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ആഘോഷങ്ങൾക്കായി അങ്ങനെ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ വില മനുഷ്യ ജീവൻ ആകുന്നത് നാം വീണ്ടും കാണുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുദേവൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വലിയ സന്ദേശം നൽകിയിരുന്നു. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ഉത്സവത്തിനും വെടിക്കെട്ടിനുമായി ചിലവഴിക്കുന്ന പണത്തിനു പകരം സമൂഹത്തിൻ്റെ പുരോഗതിക്കും മനുഷ്യരുടെ നന്മയ്ക്കും ആയി അത് ഉപയോഗിക്കണം എന്ന് ഗുരുദേവൻ എന്നെ നമ്മളെ ഉപദേശിച്ചതാണ്. ക്ഷേത്രവരുമാനം അപകടകരമായ ആഡംബരങ്ങൾക്ക് ചിലവഴിക്കുന്നതാണോ ശരി, അതോ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനും ക്ഷേമത്തിനും ഉപയോഗിക്കുന്നതാണോ ഉചിതം? ആനയും കരിമരുന്നുമില്ലാതെ ഭക്തിയോടെ ഉത്സവങ്ങൾ നടത്താനാകുമോ? ദൈവഭക്തിയുടെ പേരിൽ ജീവൻ പണയം വെക്കേണ്ടി വരുമോ? ക്ഷേത്രവരുമാനം അപകടകരമായ ആഡംബരങ്ങൾക്ക് ചിലവഴിക്കുന്നത് എത്രമാത്രം ശരിയാണ്? സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനും ക്ഷേമത്തിനും അത് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വരികയാണ്. ഗുരുദേവൻ്റെ ആ സന്ദേശം ഇപ്പോഴും നമുക്ക് മുന്നിൽ പ്രസക്തമായി നിൽക്കുകയാണ്. അത് ഉൾക്കൊള്ളേണ്ട സമയമായോ? ന്യൂസ് 18 പൊതുവേദി ആ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം എനിക്ക് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നവമി എന്നോടൊപ്പം ചേരുന്നു. നവമി, 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ 14ാമത്തെ ആൾ കൂടി മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. കേരളത്തെ വേദനിപ്പിക്കുന്ന വിവരങ്ങൾ. നവമി നേരത്തെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് 29 തിരിച്ചറിയാനാകാത്ത ശരീരഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി DNA പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഒരു ചിത്രം എന്താണ് നവമി? മനു, നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് പട്ടാമ്പി സ്വദേശി പ്രവീൺ മരിച്ചിരിക്കുകയാണ്. വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ തന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതായിരുന്നു പ്രവീൺ മരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് മരണം 10 ആയിരിക്കുന്നു. അല്പസമയത്തുള്ളിൽ തന്നെ പ്രവീണിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതായിരിക്കും, മോർച്ചറിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ബന്ധുക്കളെത്തി മറ്റ് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 4 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. അതിൽ ഒരാളാണ് വെന്റിലേറ്റർ. 2 പേരായിരുന്നു വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് പ്രവീണായിരുന്നു. പ്രവീണിന്റെ മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചത്. ഇനി ഒരാളാണ് വെന്റിലേറ്ററിലുള്ളത്. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. മറ്റ് ആളുകളുടെ കണക്കുകൾ കൂടി വന്നാൽ 11 പേർ ചികിത്സയിലാണ്. 2 പേർ 11 പേരാണ് ഇതിൽ ചികിത്സയിലുള്ളത് എന്ന കണക്ക് കൂടിയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കാണാതായവരുടെ കണക്കുകൾ, അതായത് 4 പേരുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ കുടുംബം ഈ ആശുപത്രിയിലെത്തി, മോർച്ചറിയിലെത്തി, അവിടെ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോഴും അവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. സുരേഷ് CA 50 വയസ്സാണ്, ചേരാത്തുവീട് തെക്കുംകര. മറ്റൊന്ന് 28 വയസ്സുള്ള അഭിജിത്ത്, അരങ്ങത്തുവീട് കോട്ടപ്പുറം തൃശൂർ സ്വദേശി തന്നെയാണ്. 35 വയസ്സുകാരൻ വിഷ്ണു, കോലാട്ടുപുരയ്ക്കൽ വീട് മനക്കക്കൊടി തൃശൂർ തന്നെയാണ്. മറ്റൊന്ന് 42 വയസ്സുകാരൻ ഗിരീഷ് കോട്ടപ്പുറം സ്വദേശിയാണ്, തൃശൂർ ജില്ലക്കാരനാണ്, കോട്ടപ്പുറം സ്വദേശിയാണ്. അങ്ങനെ 4 പേരെ കാണാനില്ല എന്ന വിവരം ബന്ധുക്കൾ ഇവിടെ മോർച്ചറിയിലെത്തി ഇവിടെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ പേര് വിവരങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന 29 ബോഡി പാർട്സ് ഉണ്ട്. 29 ശരീരത്തിലെ
ശരീരത്തിന് അവശിഷ്ടങ്ങൾ ഓരോ പാർട്ടുകളായിട്ട് ഇവിടെയുണ്ട്, 29 പാർട്ട് ഇവിടെയുണ്ട്. ആ പാർട്ടിൽ നിന്നും ഈ കാണാതായ ആളുകളുടെ ബന്ധുക്കളുടെ DNA ശേഖരിച്ച ശേഷം ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു പരിശോധന നടത്തും. ആ DNA മാച്ച് ആവുകയാണെങ്കിൽ പിന്നീട് ആ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 പേരെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത്. 9 പേരിൽ 8 പേരുടെ മൃതദേഹവും കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ ഒരാളെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കൾ അവരെ തേടി എത്തിയിട്ടുമില്ല. ഒരാളുടെ DNA സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവരുടെ DNA സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവർ മടങ്ങി. ഇനി ഇവിടെ ആ സാമ്പിൾ പരിശോധിച്ച് അതിന്റെ ഫലം വന്നതിന് ശേഷം തന്റെ ബന്ധുവാണെങ്കിൽ ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടു നൽകും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 14 മരണസംഖ്യ 14. പക്ഷെ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 10 പേരാണുള്ളത്. അതിൽ 4 പേരെ കാണാനില്ല. അങ്ങനെയാണ് ഇപ്പോൾ 14 കണക്ക് വരുന്നത്. 4 പേര് ചികിത്സയിൽ ഇല്ല, ഈ മോർച്ചറിയിലില്ല. ഇനി അവരുടെ ശരീരാവശിഷ്ടം അല്ലെങ്കിൽ അവരുടെ മൃതദേഹം ഇനി ആ സംഭവം നടന്ന പാടത്ത് നിന്ന് ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടെ നിന്നും 2 ശരീരത്തിലെ അവയവവും കണ്ടെത്താൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനു. യെസ്, നവമി, വ്യക്തമാണ്, ഇപ്പോഴത്തെ ഒരു ചിത്രം വ്യക്തമാണ്. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും നവമിയിലേക്ക് വരാം. കുറേ പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നവമിയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. എന്നോടൊപ്പം വിൻ ലൈഫ് ചേർന്നിരിക്കുന്നു, അതുപോലെ ലക്ഷ്മൺ ഉണ്ട്, അതോടൊപ്പം ഷിജു ചേരുന്നു. ഷിജു അതുപോലെ ഈ ആനകളെ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള പരാമർശം ഷിജു നടത്തുന്നു. അതൊക്കെ ഒരു പ്രതീകാത്മകമായ രീതിയിൽ എന്തെങ്കിലും റോബോട്ടുകളെ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമസ്കാരം മനു എന്ന് എന്നോട് ഗോമാതാജി പറയുന്നു. ഗുരുദേവൻസ് ഗോൾഡൻ വേർഡ് എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഹാംലെസ് ക്രാക്കേഴ്സ് ഉപയോഗിക്കണം എന്ന് എന്നോട് ഷിജു ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആചാരങ്ങൾ നടക്കട്ടെ, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. സബിയൻ എന്നോടൊപ്പം ചേരുന്നത് അഴീക്കോട് നിന്നാണ്. ശ്രീ സബിയൻ. സബിയ ശ്രീ സബിയ, ആചാരങ്ങളൊക്കെ നടത്തിക്കോ, പക്ഷെ ഇനി വെടിക്കെട്ടൊന്നും വേണ്ടാന്ന് വെച്ചു. ഇനി മനുഷ്യന് കരണ്ട് കണ്ണീരില്ല. വളരെ ആളുകളെ ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് അല്ലേ? ഞാൻ തന്നെ അത് വാർത്ത ഞാൻ ഈ പൊതുവേദി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ വന്നു. സത്യത്തിൽ സബിയ നടുക്കുന്നതാണ്. ഇത് ഒരു ബോംബ് സ്ഫോടനം നടന്ന പോലെ കറുത്ത പുക അങ്ങോട്ട് പൊന്തുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യർക്ക് എങ്ങനെ അതിനകത്തുനിന്ന് ശ്വസിക്കാൻ പറ്റും, അവർക്ക് ജീവനുണ്ടെങ്കിൽ തന്നെ എന്നായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇന്ന് നോക്കുമ്പോൾ 29 ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയത് കിട്ടിയിരിക്കുകയാണ്. അപ്പം സുരക്ഷയെക്കുറിച്ച് നമ്മൾ വലിയ തോതിൽ ആലോചിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു അല്ലേ? യെസ്, ഞാൻ സഭയിലേക്ക് മടങ്ങി വരാം. ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പം ചേരുന്നു. ഫാദർ സാമുവൽ. ഗുഡ് ഈവനിങ്. ഈ ദാരുണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. എന്റെ അനുശോചനം ആ കുടുംബങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം കാണാതായവരെ കണ്ടെത്തണം, ആശുപത്രിയിലുള്ളവർക്ക് വേണ്ടി സൗഖ്യം പ്രാപിക്കുന്നതൊക്കെയാണ് എന്റെ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വെടിക്കെട്ടും അതുപോലുള്ള ദുരന്തം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് സർക്കാർ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം. അതാണ്. അപ്പോൾ ഇന്ന് കൂടുതൽ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഫാദർ സാമുവൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാം. അങ്ങയുടെ അഭിപ്രായം ഏതായാലും വ്യക്തമാണ്. സതി ബാബുരാജ് എന്നോട് ഇപ്പം ചേരുന്നു. നമസ്കാരം മനു. ഇറ്റ് ഈസ് വെരി സോറോഫുൾ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നു. യെസ്, റിയലി സോറോഫുൾ. ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേർന്നു. അദ്ദേഹം പറയുന്നു ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ വിദ്യാർത്ഥികളെ പൗരധർമ്മം, ആത്മീയത, രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ ശരിയായ രീതിയിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ പരിഹാരം കാണും എന്ന് പറയുന്നു. ആചാരങ്ങൾ നല്ലത് തന്നെ എന്ന് എന്നോട് പ്രഭാകരൻ പറയുന്നു. എക്സ്പേർട്സ് ആളെ വെച്ച് സുരക്ഷിതമായി നടത്തണം. എനിക്ക് തോന്നുന്നു ശരിയായ വിവരമില്ലാത്തവർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി വരുന്നു എന്ന് പറയുന്നു. സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതാണ് പറയുന്നത്. കുറേ കൂടി നമ്മൾ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സമൂഹവും ആൾക്കൂട്ടവും ഒക്കെ പെരുമാറേണ്ടതാണ് എന്ന് പറയുന്നു. പ്രദീപ് കുമാർ എന്നോടൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ്. ദി യൂസ് ഓഫ് ഫയർ വർക്ക്സ് ആൻഡ് ദി യൂസ് ഓഫ് വൈൽഡ് ആനിമൽസ് ഷുഡ് ബി ബാൻഡ് ആൻഡ് ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ് ഇൻ എനി വേ എന്ന് പറയുന്നു. ഒരു തരത്തിലും ഈ ആനയെയും അതുപോലെ ഈ വെടിക്കെട്ടുമൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉപയോഗിക്കുന്നതിന് തടയണമെന്ന് തന്നെയാണ് പറയുന്നത്. വെടിമരുന്നിൻ്റെ ഉപയോഗം ഒഴിവാക്കണം എന്ന് എന്നോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ അരുന്ധതി കോലംപറമ്പത്തും പറയുന്നുണ്ട്. കലാധരൻ കോങ്ങാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ കലാധരൻ. ഹലോ. ഈ അപകടം പറ്റിയവർക്ക് അവർക്ക് പേരിൽ നമുക്ക് അനുശോചിക്കാനല്ലേ ഇപ്പൊ പറ്റുള്ളൂ.
പിന്നെ കഴിയുന്നത് പിന്നെ ഈ കരിയാണെങ്കിൽ പിന്നെയും കുറെ നിയന്ത്രിക്കാൻ തോന്നി. കരിമരുന്ന് നിയന്ത്രിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ആനയൊക്കെ നമുക്ക് കുറെയൊക്കെ നിയന്ത്രിക്കാം, കുറെ കരുതലുണ്ടെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. ഈ കരിമരുന്നിന് അതൊന്നും ആ ഒരു നിയന്ത്രണവും പറ്റില്ലല്ലോ, തോട്ടിയും മടിയൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം ഇതിപ്പോ എല്ലായിടത്തും പ്രത്യേകിച്ച് ഉത്സവങ്ങളുടെ ഒരു കാലമാണ്. അങ്ങയുടെ ആ നാടും കോങ്ങാടും ആ പരിസരവും ഒക്കെ പേരുകേട്ട ആനകളുടെയും അല്ലെ ഉത്സവത്തിന്റെയും ഒക്കെ നാടാണ്. ഇവിടൊക്കെ ആനകളുടെയും പേരുകേട്ട കോങ്ങാട്, തിരുവനന്തപുരം അമ്പലം, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അമ്പലങ്ങളും ഇവിടെ നല്ല രീതിയിൽ പോകുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ അല്ല, ഈ കരിമരുന്നിന്റെ കാര്യം കുറെ നിയന്ത്രിക്കാൻ നല്ലത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു എന്നോട് പറയുന്നു, വൈൽ യു വർ റീഡിങ് കമൻറ്റ്സ് ദർ ആഡ് വാസ് റണ്ണിങ് സോ കുഡ് നോട്ട് ഹിയർ എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്ക് ഞാൻ ഇനി വായിക്കാം. സുനിമോൾ ആർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. രേഷ്മ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അവിടെ വെടിക്കെട്ട് അപകടം നടന്നാലും ഞങ്ങളുടെ നാട് പഴയന്നൂരാണ് എന്ന് പറയുന്നു. ഓക്കെ, ജയകുമാർ വന്നിട്ടുണ്ട്. മീൻവൈൽ ഓക്കെ, അപ്പോൾ എക്സ്പേർട്സിനെ വെച്ച് പരിശോധന നടത്തണം എന്നതാണ് എല്ലാവരുടെയും പ്രധാനമായ ഒരു ആവശ്യം. പിന്നെ എന്നോടൊപ്പം ശ്രീ ബാലൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ ബാലൻ, ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം വളരെ കുറവും ആളുകൾ കൂടുതൽ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. നമസ്കാരം. ശ്രീ ബാലനുമായി സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി എങ്കിലും ആനകളെ ഒഴിവാക്കുന്നതാണ് അതിന്റെ ഉത്തമം. അതല്ല, ഇനിയിപ്പോ ഉത്സവങ്ങൾ രണ്ടില്ലെങ്കിൽ ഉത്സവത്തിൽ പകുത്ത് കുറയാന്നൊരു ബോധം ഉണ്ടെങ്കിൽ വളരെ കർശനമായ നിയന്ത്രണത്തോടു കൂടി തീ വെടിച്ചിട്ടും ഈ കരിമരുന്നും അല്ലെങ്കിൽ ആനകൾ ഉപയോഗിക്കുക. വ്യക്തമാണ്. അപ്പോൾ അടുത്ത ആളിലേക്ക് എനിക്ക് പോകേണ്ടതാണ്. പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പീതാംബരൻ, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ആയിക്കോട്ടെ. അതെ, ഹലോ, കേൾക്കാം. ഇപ്പൊ ഈ ആചാരത്തിന്റെ പേര് പറഞ്ഞ്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം മാതിരി. ആചാരമാണെല്ലാം. ഈ ആചാരം എന്താണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇറാൻ യുദ്ധപോലെ ആയല്ലോ ഇപ്പൊ ഇവിടെ പൊട്ടിയ സാധനം എന്താണ്? എത്രയും ശക്തിയായ സാധനങ്ങൾ ഇവിടെ ബോംബ് നിർമ്മാണം മത്സരിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാല് അത് ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? ഇതെല്ലാം പാടെ അവസാനിപ്പിക്കണം. ആ ഫീൽഡിലുള്ള ആളുകൾ ഇപ്പൊ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇരുന്നോട്ടെങ്കിലും അവരുടെ ജോലിയാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പിന്നെ കളവുണ്ട് ഇതിന്റെ വീട്ടിൽ. 1000 രൂപയുടെ സാധനം മേടിച്ച് പൊട്ടിച്ചാൽ 1 ലക്ഷം രൂപ എഴുതുന്നതിന് എന്താ കുഴപ്പമുള്ള? പൊട്ടിപ്പോയ സാധനത്തിൽ വരെ കിടക്കുന്നുണ്ടോ? അപ്പൊ ആചാരത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആനയുടെ കാര്യം, ഒരു ആനയെ 2 ആനയെ 3 ആനയെ കൊണ്ടുവന്നു വലിയ പ്രശ്നമൊന്നുമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ നിന്ന് പിന്നെ നമുക്ക് വന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് പട്ടാമ്പി സ്വദേശി കഴിഞ്ഞ ദിവസം ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ പ്രവീൺ 45-കാരൻ 90% പൊള്ളലേറ്റിരുന്നു. പക്ഷേ എങ്കിലും അയാളെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടക്കുകയായിരുന്നു. ഇപ്പോൾ 90% പൊള്ളലേറ്റ് മുതുതല സ്വദേശിയാണ് പ്രവീൺ. പട്ടാമ്പിയിൽ ആണ് പ്രവീണിൻ്റെ വീട്. പ്രവീൺ തൃശ്ശൂർ വെടിക്കെട്ടിൽ പരിക്കേറ്റിരുന്നു. പ്രവീൺ മരിച്ചു എന്ന വാർത്ത വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടി വരികയാണ്. ഇനി ഒരാൾ കൂടിയാണ് വെന്റിലേറ്ററിൽ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമം അവിടെ നടക്കുന്നു. 4 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് തന്നെ തുടരുന്നു എന്ന് എനിക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അത് ഏതായാലും സർക്കാരിന് ഇപ്പോൾ പറയുന്നൊരു ഔദ്യോഗിക കണക്കനുസരിച്ച് 10 പേരാണ് മരിച്ചിട്ടുള്ളത്. പക്ഷേ 4 പേരെ കാണാനില്ല എന്ന് പറയുന്നു. ശരീരഭാഗങ്ങൾ 29 ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. DNA പരിശോധന നടത്തേണ്ടി വരും, എങ്കിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം ഉമേഷ് ചേരുന്നു. ഉമേഷ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഉമേഷ്. മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. ഇത് ഇതൊരു ആചാരത്തിന്റെ ഭാഗമല്ല, ഇത് ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ്. ഇതിലാണെങ്കിൽ ജനങ്ങൾ ആകർഷിച്ചതുമാണ്. ഇത് നിർബന്ധമായിട്ടും ഇത് എന്താ പറയാ ആകർഷണീയതയാണ്. ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നിടത്തേക്ക് ഇന്നലെ ഫയർഫോഴ്സുകാർക്ക്, അതായത് രക്ഷാപ്രവർത്തകർക്ക് പോലും അടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ആ ഒരു നിർമ്മാണ മേഖലയിലേക്ക് ഈ ഒരു വെള്ളം എത്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനമൊക്കെ
ഈ നിർമ്മാണ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു എഞ്ചിനീയർ അത്തരം ഒരു സംവിധാനം വളരെ 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 അത്യാവശ്യമാണ്. അങ്ങ് പറയുന്നത് വളരെ കൃത്യവുമാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് കാണാതായിട്ടുള്ള 4 പേരാണ് അവിടെ ഉള്ളത്. ഒന്ന് സുരേഷാണ്, തെക്കുംകര സ്വദേശിയാണ് സുരേഷ്. അഭിജിത്ത് കോട്ടപ്പുറം സ്വദേശിയാണ്. 28 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവരൊക്കെ അവിടെ പോയതാണോ, ഇനി വേറെ എങ്ങോട്ടെങ്കിലും മാറിയതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വീട്ടുകാർ ബന്ധപ്പെടുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഒരു തൃശ്ശൂർ സ്വദേശി, മനക്കൊടി സ്വദേശിയാണ്. ഗിരീഷ് 42-കാരനാണ്, കോട്ടപ്പുറം സ്വദേശിയാണ്. അപ്പോൾ ഇവരെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു ആശങ്കയാണ് അത് ഉയർത്തുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പ്രശ്നം നിസ്സാരമല്ല. അപ്പോൾ കിഷോർ എന്നോട് പറയുന്നു, കോന്നി പറയുന്നു, ഇങ്ങനെ നിങ്ങളിതൊക്കെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്നൊക്കെ പറയും, എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതും ഒരു സത്യമാണ്. അത് ഒരു അല്പം കുറ്റബോധത്തോടു കൂടി തന്നെ അംഗീകരിക്കേണ്ട ഒരു വിമർശനമാണ്. പലപ്പോഴും ഈ വലിയ വെടിക്കെട്ട് കാണുമ്പോൾ നമ്മളത് ചെറിയ തോതിലെങ്കിലും വാർത്ത കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നൊക്കെയുള്ള പല പരാതികൾ വരും. ഒരു പ്രത്യേക അമ്പലത്തെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ ഒഴിവാക്കിയെന്നൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ കൊടുത്തും പോകും. പക്ഷേ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ കിഷോർ കോന്നൂർ ഇനി ഒരിക്കലും പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നു കിഷോർ. പൂരം എന്ന് പറയുന്നത് ഇത്ര അപകടങ്ങളെ ഇല്ലാത്തൊരു പൂരം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് ദൃശ്യങ്ങൾ ശരിയാണ്, അതുമാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വരണം. ആനയും വെടിക്കോപ്പും നിർത്തലാക്കണം എന്ന് എന്നോട് അമ്പാടി പറയുന്നു. ആ പണമൊക്കെ എത്ര പാവപ്പെട്ടവർ സഹായിക്കാൻ ഉപയോഗിക്കാമെന്നാണ് അമ്പാടിയുടെ ഇത്. അപ്പോൾ പ്രഭാകരൻ എന്നോട് പറയുന്നു, തൃശ്ശൂർ വെടിക്കോപ്പിനേക്കാൾ കേമമായി പാലക്കാട് നടത്തുന്നത് ഞാൻ കേട്ടത് 2 പേർ സൂര്യാഘാതമേറ്റു, അവർ താഴെ വീണു എന്നതാണ്. അത്രയും അന്തരീക്ഷ ചൂട് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഗോളാന്തരം നമസ്കാരം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രദീപ് കുമാർ പറയുന്നു, ലാസ്റ്റ് 10 years 780 people have died in firework accidents in Kerala alone എന്ന് പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ മരിച്ചവരുടെ കണക്കാണ് 780 പേരെയാണ് ഇത്തരത്തിൽ അവർ ചിതറിപ്പോയ ജീവിതങ്ങളായി നമുക്ക് മുന്നിലുള്ളത്. രേഷ്മ പറയുന്നു എന്നോട്, എവിടെ വെടിക്കെട്ട് അപകടം നടന്നാലും ഞങ്ങളുടെ നാട് പഴയന്നൂർ വെന്നൂർക്കാർക്ക് എപ്പോഴും ഒരു ജീവൻ നഷ്ടമാകാറുണ്ട് എന്നാണ് പറയുന്നത്. വെന്നൂർക്കാർക്ക് ഇത് 5ാമത്തെ അപകടമാണ് എന്ന് പറയുന്നു. അത് കുട്ടൻ വിളക്കുതല നമ്മുടെ സ്ഥിരം പൊതുവേദി പ്രേക്ഷകനാണ്. കുട്ടൻ വിളക്കുതലയും പഴയന്നൂർ കാരനാണ് അപ്പം എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും കുട്ടൻ വിളക്കുതല മകളുടെ ID ഉപയോഗിച്ചാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അതുകൊണ്ട് ഞാൻ ആദ്യം രേഷ്മ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ രേഷ്മയ്ക്കും കുട്ടൻ വിളക്കുതലയ്ക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങളുടെ നാടിൻ്റെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കാരണം എവിടെ വെടിക്കെട്ട് നടന്നാലും ഇവിടെ നിന്നുള്ള ആളുകൾ അതിൽ മരിക്കുന്നു എന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നാട് ആ ദുഃഖത്തിൽ തന്നെയാണ്. ഇപ്പോൾ പ്രമോദ് നാണു എന്നോട് പറയുന്നു, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് കെട്ടുകാഴ്ചയുണ്ട്, അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു, സന്തോഷം. അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നമ്മുടെ മറ്റൊരു പ്രേക്ഷകൻ എന്നോട് കൊട്ടാരക്കരയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അവിടെ ചെല്ലുകയും ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകനാണ് എന്നോട് പറഞ്ഞത് കൊട്ടാരക്കരയിലേക്ക് വരുന്നത്. അപർണ എന്ന ബഡ്ഡിംഗ് ജേർണലിസ്റ്റ് എഴുതുന്നു, വെടിക്കെട്ടില്ലാതെയും ഉത്സവങ്ങൾ നടക്കാം, ആവേശം വേണം, പക്ഷേ ജീവൻ അപകടമാകരുത്. കരിമരുന്നും സന്തോഷത്തെക്കാൾ അപകടം കൂടിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തൃശ്ശൂർ പ്രഭാകരൻ എന്നോട് പറയുന്നു, തൃശ്ശൂർ വെടിക്കെട്ടിക്കാൾ കേമമായി പാലക്കാട് ഉണ്ട് നടക്കുന്നത്. ഇപ്പോൾ സൂര്യാഘാതമേറ്റ് 2 പേർ താഴെ വീണ കാര്യം അദ്ദേഹം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം മറ്റു ചില പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ, അനിയൻകുട്ടൻ ചുരുങ്ങിയ വാക്കുകളിൽ വേറെയും പ്രേക്ഷകർ കാത്തു നിൽക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകൾ. സാറേ നമസ്കാരം. വളരെ ദുഃഖത്തോടെ നമ്മുടെ പൂരം പ്രമാണിച്ച് ഇന്ന് സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി തയ്യാറാക്കിയ പടക്കം പടകശാലയിൽ നടന്ന സംഭവം നമ്മളെ വിട്ടുപോയ ഭക്തർക്ക് അവർക്ക് നമ്മുടെ അകമഴിഞ്ഞ ആദരാഞ്ജലി അർപ്പിക്കുകയും. ശരി, വ്യക്തമാണ്. സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സുബ്രഹ്മണ്യൻ. നമസ്കാരം. സമയം കുറവാണ് സാറേ. ഇത് ചൂട് കൊണ്ട് കത്തുന്നതാണെങ്കിൽ നിർത്തിക്കളയാൻ നല്ലത്. ചൂട് കൊണ്ട് പോയത് കത്തുപിടിക്കുന്നതാണെങ്കിൽ തീ വേണ്ട. പിന്നെ നമ്മൾ നിർത്തിക്കളയാൻ നല്ലതെന്ന് പറയുമ്പോൾ വർഗീയതയും ആചാരമൊക്കെ പറയും ചില ആൾക്കാർ. അപ്പോ ഇന്നലത്തെ ഈ വാർത്ത ന്യൂസ് 8 തന്നെയാണ് ആദ്യം വാർത്ത കേട്ടത്. ചാനൽ മാറ്റാതെ രാത്രി ഇരുന്ന് ഞാൻ ഉറക്കം കുറച്ചിരുന്ന് കേൾക്കായിരുന്നു എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി. ഭയങ്കര സങ്കടം വരുന്നു സാറേ. ഇത് എന്നാൽ TV കാണാതിരിക്കാനും പറ്റില്ല. അതാണ് റിസൾട്ട് അറിയണമല്ലോ. വളരെ സങ്കടം. എല്ലാ പെരുമ്പാവൂർക്കാർക്കും വേണ്ടി ഞാൻ എന്റെ സങ്കടവും ആദരാഞ്ജലിയും അർപ്പിക്കുക. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ
എന്നോടൊപ്പം ഷിജു ഉണ്ട്, എല്ലാവരും ചേർന്നിട്ടുണ്ട്. ശ്രീ വയനാട്ടിൽ നിന്ന് സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ് ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, ഇത് ഒരു പ്രകൃതി ദുരന്തമൊന്നുമല്ലോ, മനുഷ്യനിർമ്മിതമായ ഒരു അപകടമാണല്ലോ സാറേ. അതെ. അപ്പം ഇതെന്തായാലും നിരോധിക്കണം, സമ്പൂർണമായി നിരോധിക്കണം. ഓരോ വർഷവും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ തന്നെ ദീപാവലി, വിഷു ഈ സമയങ്ങളിലൊക്കെ എത്ര അപകടങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാവുന്നത്. എത്ര ആളാണ് പൊള്ളലേറ്റ് മരിക്കുന്നത്, അപകടങ്ങളിൽ പെടുന്നത്. അപ്പൊ ഇതുകൊണ്ടൊരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ വെടിക്കെട്ടും ഈ വെടിമരുന്നും നിരോധിക്കണം സാറേ, പൂർണ്ണമായും നിരോധിക്കണം. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം എന്നാണ് സാറേ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ 11 പേർ ഇപ്പോൾ ചികിത്സയിൽ, 10 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നവമിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ശേഖരിക്കാം. അതിനു മുമ്പ് ശിവദാസൻ എന്നോടൊപ്പം ബാലരാമപുരത്തു നിന്ന് കൂടി ചേരുന്നുണ്ട്. ശിവദാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഇത് എല്ലാ വർഷവും നമ്മൾ ചർച്ച വിഷയമാണ്. കാരണം ആചാരം എന്ന് പറയുന്നത് എല്ലാ ആചാരങ്ങളും ഉണ്ട് ഇന്ത്യയിൽ. മുസ്ലിം മതമായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഇങ്ങനെ ജീവനം വില കൊടുത്തുള്ള ആചാരം വേണ്ട. കാരണം പണ്ട് കാലങ്ങൾ, ഏഴ് കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു നേരം ആഹാരത്തിനും മരുന്നിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഈ പൈസ എടുത്ത് അവിടെയുള്ള ഭരണസമിതി അംഗങ്ങള് പാവങ്ങളെ സഹായിക്കുക. ഈ പാവപ്പെട്ട ജനങ്ങള് ഈ ചിന്നി മരിക്കുമ്പോൾ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ പിന്നെ കൊട്ടാരക്കരയിൽ പോയി ഉണ്ണിയപ്പം കഴിച്ചതിൻ്റെ കാര്യം പറഞ്ഞതിനിടയിലാണ് അപ്പോൾ എന്നോട് ഷിജു പറയുന്നു പത്മനാഭ സ്റ്റോർസ് ഉണ്ണിയപ്പം ധാരാളം കിട്ടുമെന്ന് പറയുന്നു. മുരളി എന്നോട് പറയുന്നു, ഹായ് മനു, നിയന്ത്രണത്തോടെ കരിമരുന്നും വേണം എന്നാണ് മുരളിയുടെ അഭിപ്രായം. എന്തായാലും ഒരു നിയന്ത്രണം വേണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്നോട് MP അനൂപ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആഡംബരവും അതിൽ നിന്നുള്ള ആനന്ദം കണ്ടെത്താനും ഇങ്ങനെ കരിമരുന്നും വെടിക്കെട്ടും നടത്തുമ്പോൾ മുൻകാല ചരിത്രം നോക്കാതെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന ചിന്താഗതി വെച്ചുള്ള ഈ വെടിക്കെട്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭവങ്ങൾ എന്ന് വേദനയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൽ അത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെ. അപ്പോൾ 10 പേർ ചികിത്സയിലുണ്ട്, 5 പേരുടെ നില ഗുരുതരം എന്ന ഇതാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് പട്ടാമ്പി സ്വദേശി പ്രവീൺ മരിച്ചു എന്ന ഒരു ഇത് വരുന്നത്. അപ്പോൾ സർക്കാർ പറയുന്നത് അപ്പോൾ അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള മരണം 10 പക്ഷേ 4 പേരെ കാണാനില്ല എന്നതാണ് ഏറ്റവും ആകെ ഒരു പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അവരെവിടെ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ ഉയരുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കുംകര സ്വദേശിയായ 50-കാരൻ സുമേഷാണ്. അഭിജിത്ത് എന്ന 28-കാരനെയാണ്. ഇവരുടെ വീട്ടിലുള്ള ആളുകൾ എങ്ങനെ ഇത് താങ്ങുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരവും പോലും ഇല്ല എന്ന് പറയുമ്പോഴാണ് ആകെ ഒരു ആശങ്ക വർദ്ധിക്കുന്നത്. വിഷ്ണു എന്ന 35-കാരനെ കാണാനില്ല. ഗിരീഷ് 42-കാരൻ, അയാളെയും കാണാനില്ല. അപ്പം 4 പേരെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കലക്ടർ പറയുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കൾ അവരെ തിരഞ്ഞെത്തുന്നു. അപ്പം ഇതിൽ 8 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ അത് വിട്ടുകൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും ഈ ഉയർന്ന താപനില വരികയാണ്. ഈ ഉയർന്ന താപനില ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ആളുകൾ അതുമനുസരിച്ചും ഒന്ന് ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം ഉണ്ട്. അപ്പോൾ എല്ലാ കണക്കുകളും ഇങ്ങനെ ക്രോഡീകരിച്ചു. അനഘ എന്നോടൊപ്പം ചേരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. അനഘ കേൾക്കാമോ? അനഘയുടെ ഓഡിയോ ക്ലിയർ അല്ല. ഹലോ, കേൾക്കാം, പറയൂ. സാർ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൃശ്ശൂർ പൂരമാണെങ്കിലും എല്ലാം ഈ ഉത്സവങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിന്റെ ഒരു പൈതൃകം തന്നെയാണ്. പക്ഷെ നമ്മൾ അതെല്ലാം മറ്റുള്ളവർക്കും കൂടെ, അതൊരു പൂരം നടത്തിയ ആൾക്കൊരു കുടുംബം ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് പോവാതെ അതിനുള്ള ഈ പറഞ്ഞ ആനയാണേലും ഈ ഫയർ ക്രാക്കേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരും. യെസ്, അതെ, വ്യക്തമാണ് അനഘയുടെ ആ ഒരു നിലപാട്. അത് കൃത്യവുമാണ്. നമ്മൾ എന്തായാലും ഇത് ഇനി ശ്രദ്ധിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം നമ്മളെ ഇത് അറിയിക്കാൻ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ദുരന്തം അത് നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ചതാണ്. നവമി, ഇപ്പോൾ നമുക്ക് 4 പേരെ കാണാനില്ല എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നവമി പറഞ്ഞത്. അത് ഈ സുരേഷ്, അഭിജിത്ത്, വിഷ്ണു ഒക്കെയാണ്. എന്തെങ്കിലും വിവരം ഇവരെക്കുറിച്ച് ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല നവമി എന്നോട് പറഞ്ഞത് 29 ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ DNA പരിശോധനയെക്കുറിച്ച് എന്താണ് മനസ്സിലാകുന്നത്? അത് ഈ മരിച്ച ആളുകളുടേത് എന്ന് സ്ഥിരീകരിച്ചവരുടേതാണെന്ന് നമുക്ക് കരുതാനാവത്. എങ്ങനെയാണ്? ഇത് ഭയങ്കര ആശങ്ക പുലർത്തുന്ന വാർത്തകളാണ് നവമി അവിടെ നിന്ന് വരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായി അവരൊക്കെ പറയുന്നത് അധികൃതർ?
മനു 29 പേരുടെ ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ 29 പേർ അത് ആരൊക്കെയാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ ഒരാളുടെ തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളാണോ അതോ ബാക്കി 29 പേരുടേതാണോ, അങ്ങനെ പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ അതിന്റെ DNA പരിശോധന ഫലം ലഭിക്കണം, അല്ലെങ്കിൽ അതിന്റെ DNAയുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. അതിനുവേണ്ടി ഈ കാണാതായവരെ തേടി അവരുടെ ബന്ധുക്കൾ വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ DNA, ഈ ബോഡി പാർട്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത DNAയും ഈ വന്ന ബന്ധുക്കളുടെ DNAയും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രമേ അത് ആരുടേതൊക്കെ ആണെന്ന് വ്യക്തമാവുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഭരണകൂടം. കാരണം ആളുകൾ ഇതിനോടകം തന്നെ ഈ കൺട്രോൾ റൂമിലെ നമ്പറൊക്കെ കൊടുത്തു നൽകി. അങ്ങനെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ പോലീസ് അടക്കം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആളുകൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടെ 4 പേർ ഇന്ന് മോർച്ചറിയിലേക്ക് എത്തി ഇവിടെ ഉള്ള മൃതശരീരങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും അവരുടെ ബന്ധുക്കൾ ഇവിടെ, അതായത് ഈ മരിച്ചു അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ സംഭവ സമയത്ത് ഉണ്ടായിരുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ആശുപത്രിയിലും അവർ പോയി അന്വേഷിച്ചു, അവിടെയുമില്ല. ആ 4 പേരുടെ പേര് ഇപ്രകാരമാണ്: സുരേഷ് CA, ചേരോത്ത് വീട്, തെക്കുംകര. മറ്റൊന്ന് 28 വയസ്സുകാരൻ അഭിജിത്ത്, അരങ്ങത്ത് വീട്, കോട്ടപ്പുറം, തൃശൂർ സ്വദേശിയാണ്. മറ്റൊന്ന് 35 വയസ്സുകാരൻ വിഷ്ണു, അതും മനക്കുടി, തൃശൂർ സ്വദേശിയാണ്. 42 വയസ്സുകാരൻ ഗിരീഷ്, കോട്ടപ്പുറം സ്വദേശിയാണ്, തൃശൂർ ജില്ലക്കാരൻ തന്നെ. അങ്ങനെ 4 പേരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ 4 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആശങ്കയുമായി ബന്ധുക്കൾ ഇവിടെ എത്തി. അവരുടെ പേര് വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തിയിരിക്കുന്ന ആ ബോഡി പാർട്സിലെ DNAയുമായി ഇവരുടെ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അവർ ഈ കാണാതായവർ അക്കൂട്ടത്തിലുണ്ടെങ്കിൽ അത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ആശങ്കയായിരിക്കുന്നത് ഇനിയും കുറച്ചുപേരെ കൂടി കണ്ടെത്താനുണ്ട്. ഇവിടെ ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇനിയും ആളുകൾ കണ്ടു കിട്ടാനുണ്ടോ, അങ്ങനെ പല ആശങ്കകളുമുണ്ട്. നിലവിൽ ഇപ്പോൾ ആ പടക്ക നിർമ്മാണ ശാലയ്ക്ക് സമീപത്തുള്ള വലിയ തിരച്ചിലൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള പരിശോധന മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴും ബന്ധുക്കൾ, ഉറ്റവർ ഇപ്പോഴും മോർച്ചറിക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ വിഷമിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് മോർച്ചറിക്ക് മുന്നിൽ നിന്നും നൽകാനുള്ളത്. 9 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. അതിൽ 8 പേരുടെ കുടുംബത്തിന് വിട്ടു നൽകി. ഒരാൾ ഇപ്പോഴും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഒരാളെ ഇപ്പോഴും ആരാണ് മരിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. അവരുടെ ബന്ധുക്കൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ ഇവിടെ വന്നവരിൽ നിന്നുമുള്ള DNA ഒക്കെ പരിശോധിച്ചു. അതിൽ ഈ ഒരാളുടേത് കൂടിയുണ്ടോ, അത് അയാളുമായി മാച്ച് ചെയ്യുന്ന DNA ആണോ എന്നതുകൂടി പരിശോധിക്കുന്നു. നേരത്തെ കളക്ടർ പറഞ്ഞ അനുസരിച്ച് 10 ദിവസമെങ്കിലും വേണ്ടിവരും DNA ഫലം ലഭിക്കാൻ. പക്ഷേ ഈ ഒരു അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ DNA പരിശോധനാ ഫലം ലഭ്യമാകും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ആയിരിക്കുകയാണ് മരണം. അതിൽ ഒരാളുടെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, പ്രവീണാണ് മരിച്ചിരിക്കുന്നത്. ഇനി ഒരാളാണ് വെന്റിലേറ്റർ ഉള്ളത്. ബാക്കി 5 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയുമാണ്. വ്യക്തമാണ് നവമി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും നവമിയിലേക്ക് തന്നെ വരും. അപ്പോൾ നമുക്ക് അവിടെ സത്യത്തിൽ ആ മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. കാരണം മനുഷ്യരെ കാണാനില്ല എന്ന് പറഞ്ഞ് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വരുമ്പോൾ, ബന്ധുക്കളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവരുടെ ദുഃഖവും ആശങ്കയും ഒക്കെ നേരിൽ കാണുക എന്നത് വലിയൊരു ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ VC തോമസ് എന്നോട് പറയുന്നു, മരുന്നെന്ന് പേരിട്ടത് ആരാണ്? ഏൽക്കുമ്പോൾ ചില മരുന്നെന്ന് പേരിട്ടത് ആരാണെന്ന് പറയുന്നു. ഇത് ഏൽക്കുമ്പോൾ കരിമരുന്ന് പുരട്ടും എന്നൊക്കെ പറഞ്ഞ് അത് എന്താണ് ഇങ്ങനെ മരുന്നെന്ന് പേരിടാൻ കാരണം എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അതൊരു കെമിക്കൽ എന്ന അർത്ഥത്തിലാണ് ഈ മരുന്നെന്ന് പ്രയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനയും വേണ്ട, അമ്പാരിയും വേണ്ട, വെടിക്കെട്ടും വേണ്ട, ചെണ്ടമേളവും പഞ്ചാരിമേളവും പോരെ എന്നോട് ജയകുമാർ ചോദിക്കുന്നു. ചൂടുള്ള ഈ സമയത്ത് ആനയെ കൊണ്ട് നിർത്തി ആന ഇടഞ്ഞോടും, വീണ്ടും അപകടം ഉണ്ടാവുമെന്ന് അമ്പാടി ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾക്കിവിടെ നെറ്റ് കിട്ടാതെ ഇരുന്നു ഇടയ്ക്ക് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്, പലതും എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രഭാകരൻ എന്നോട് പറയുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ലൈസൻസ് ഉള്ള ആളായിരുന്നു, ഇവിടെ 40ഓളം വർഷം വെടിക്കെട്ടും വിഷവും പടക്കം വിൽക്കുന്നു, ഒരു അപകടവും ഇതുവരെ ഉണ്ടായില്ല എന്ന് പറയുന്നു. ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സർ, ജീവനെടുക്കുന്ന ഈ ആചാരം വേണ്ട എന്ന് എന്നോട് ലീലാമ്മ പറയുന്നു. വരും കാലങ്ങളിൽ ഇതൊക്കെ നിർത്തണം എന്ന് എന്നോട് ശ്രീമതി ലീലാമ്മ പറയുന്നു. ശ്രീമതി ലീലാമ്മയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്.
അതോടൊപ്പം എന്നോട് ഒപ്പം ചേരുന്നത് സുനിമോൾ ഉണ്ട്, മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാറ്റിനും കൺട്രോൾ വേണം മനുസാർ എന്ന് പറയുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണം സ്ഥിരീകരിച്ച പ്രവീണിൻ്റെ ഭൗതിക ശരീരം ഇടിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സത്യത്തിൽ എനിക്കിത് കണ്ടു നിൽക്കാൻ വലിയ പ്രയാസം തോന്നുന്നു. മറ്റ് പ്രേക്ഷകരും ദയവായി ആ ഒരു ബുദ്ധിമുട്ടുള്ളവർ അത് കാണുന്നത് ദൃശ്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു താൻ ഒറ്റ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുടുംബത്തിനോ അവരുടെ ബന്ധുക്കൾക്കോ ഒന്നും താങ്ങാൻ കഴിയില്ല. ഒരുപക്ഷെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കളോടും കുട്ടികളോടും അവിടെയുള്ള സ്ത്രീകളോടും ഒക്കെ മടങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകി പോയ മനുഷ്യരായിരിക്കാം. പക്ഷെ അവർ ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞ് വരുമ്പോൾ അത് താങ്ങാൻ ആ കുടുംബത്തിന് എങ്ങനെ കഴിയുന്നു എന്നത് വലിയ ഒരു ദുഃഖകരമായ സാഹചര്യം തന്നെ. സഹദേവൻ എന്നോടൊപ്പം ചേരുന്നു കാട്ടാക്കടയിൽ നിന്ന്. സഹദേവൻ, ചുരുങ്ങിയ വാക്കുകൾ. ഹലോ ഹലോ കേൾക്കാമോ സാറേ? കേൾക്കാം. സാറേ, ഈ വെടിക്കെട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വില ചെലവാക്കണതല്ല. ഈ പാവപ്പെട്ടവർക്ക് ഒരു 10 വീട് വെച്ച് അവർ കൊടുക്കാൻ നിൽക്കണോ? ഇത് പണം വെറുതെ അടിച്ച ആളുകളെ കൊല്ലിക്കാതല്ലേ ഒരു പരിപാടി ഉണ്ടാക്കുന്നത്? വെടിക്കെട്ട് അത് ഇനി മേലെ വെടിക്കെട്ടത്തിന് ഇതിന്റെ പാരാളുകളാണ് ഇത് ചെയ്യുള്ളൂ. പാവപ്പെട്ട സാധുക്കളെ കൊല്ലിക്കല്ലെന്ന് പറഞ്ഞേക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പുറ്റിങ്ങലിൽ കൊല്ലത്ത് നടന്നത് കുട്ടികളും പബ്ലിക്കും വെടിക്കെട്ട് സാധനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് എന്നോട് പ്രഭാകരൻ പറയുന്നു. ഗോമാതാജി പറയുന്നു കാർ ആക്സിഡൻറ്റ്സ് നടക്കുമെന്ന് പറഞ്ഞ് കാർ നിരോധിക്കാൻ നമുക്ക് പറ്റുമോ? റോഡ് ആൻഡ് കാർ സേഫ്റ്റിയാണ് സൊല്യൂഷൻ, സെയിം വേ സേഫ്റ്റി ഫോർ ഫയർ വർക്ക് ഇൻഡസ്ട്രി എന്ന് എന്നോട് പറയുന്നു. ഓക്കെ, കാറ് നമുക്ക് ഗതാഗതം നമ്മുടെ ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. ഫയർ വർക്ക്സും അങ്ങനെ അനിവാര്യമാണോ എന്നാണ്. ആ മനുഷ്യൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ എങ്ങനെയാണ് ആ കുടുംബത്തിന് ഇതൊക്കെ താങ്ങി നിൽക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. ബഷീർ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന്. ബഷീർ, ചുരുങ്ങിയ വാക്കുകളിൽ. യെസ്, ഞാൻ ബഷീറിലേക്ക് മടങ്ങി വരാം. ശ്രീ സലീം കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സലീം, ചുരുങ്ങിയ വാക്കുകളിൽ മലപ്പുറത്ത്. എല്ലാ അപകടങ്ങളും ഒഴിവാക്കാവുന്നതാണ് എന്നാണ് സേഫ്റ്റി നിയമപ്രകാരം പറയുന്നത്. പക്ഷെ അത് പ്രായോഗികമല്ല എന്നതാണ് സത്യം. പണ്ടൊരു ക്ലാസ്സിൽ ഞാനത് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ചോദിച്ചു, ഒരു വിമാനാപകടത്തിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടാം? അപ്പൊ അദ്ദേഹം മറുപടി ആയിട്ട് പറഞ്ഞു തന്നത് ആ യാത്ര ഒഴിവാക്കുക, സിമ്പിളായിട്ട്. അതുപോലെ അതല്ല സത്യം, അത് പ്രായോഗികമായൊരു വഴിയേ അല്ല. നമുക്ക് കരിയും വേണം, കരിമരുന്നും വേണം. പക്ഷെ അത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ കൂടി നമ്മൾ കരസ്ഥമാക്കണം. ഇപ്പൊ കുറച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും പറയുന്നു. ശരി, വ്യക്തമാണ് താങ്കൾ. അത് ശരിയാണ്. കുറെ കൂടി അതിൻ്റെ ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ എന്ത് വേണമെന്നത് ഒരു വലിയ ഘടകമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ എന്നോട് ചോദിച്ചത് കാറിൽ അപകടം ഉണ്ടാകുന്നതുകൊണ്ട് കാറ് നിരോധിക്കുന്നു. അപ്പോൾ കാറ് പോകാനുള്ളൊരു റോഡും ആ റോഡ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ട്രാഫിക് സംവിധാനങ്ങളും ഒക്കെ, ട്രാഫിക് ലൈറ്റുകളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ അത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, ഇപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റുകൾ അല്ലെങ്കിൽ എയർ ബാഗുകൾ, ഹെൽമെറ്റുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ നിർബന്ധമാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. MP അനൂപ് എന്നോട് പറയുന്നത് ഇത് നിരോധിക്കൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് പറയുന്നു. കരിമരുന്ന് പടക്ക നിർമ്മാണം ഫാക്ടറി വഴി നടത്തേണ്ടതാണ്. ചൈനയിൽ അതുപോലെയാണ് ചെയ്യുന്നതെന്ന് എന്നോട് ഗോളോന്തരം പറയുന്നു. കിഷോർ എന്നോട് പറയുന്നത്, കിഷോർ ഉണ്ണി പറയുന്നു കൂടുതൽ സുരക്ഷയോടെ വെടിക്കെട്ട് നടത്തുക എന്ന് പറയുന്നു. എന്തൊരു ജീവിതമാണിതെന്ന വേദന ജയകുമാർ പങ്കുവയ്ക്കുന്നു. ആന ഒരു മൃഗമാണ്, അവയ്ക്ക് വെള്ളവും ഫുഡും റെസ്റ്റും കൊടുക്കണം, നന്നായി ശ്രദ്ധിച്ചാൽ ആന അപകടകാരിയല്ല എന്ന് എന്നോട് പറയുന്നു. ദൈവം വെടിക്കെട്ടും ആനയും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നോട് MP അനൂപ് പറയുന്നു. കരി എന്നാൽ ആന എന്നാണ് അർത്ഥം എന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. അതെ, കരിയും ആനയുടെയും കാര്യമാണ്, രണ്ടുമാണ്, കരിയും കരിമരുന്നു എന്ന് പറയും. എത്രയോ സ്ഥലത്ത് ആനകൾ ഇടഞ്ഞു എന്നിട്ടും പഠിക്കുന്നില്ല. ആനപ്രേമികൾ, പൂരപ്രേമികൾ, സർക്കാരും ദേവസ്വവും ആനയെ ബുദ്ധിമുട്ടിക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നതെന്ന് എന്നോട് MP അനൂപ് പറയുന്നു. ശശിധരൻ പിള്ള എന്നോട് പറയുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മരണത്തിൻ്റെ മണം വിട്ടുമാറാത്ത അന്തരീക്ഷത്തിൽ ഇത്തവണ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ മാത്രം നടത്തുന്നതാണ് മനുഷ്യത്വം എന്ന് പറയുന്നു. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. പറയാം. നമ്മുടെ അവിടെ ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് എത്ര പേരായി അപകടം വന്ന് മരിക്കുന്നത്. അത് ഇല്ലാതായിട്ടുള്ള പൂരമൊക്കെ നടത്താൻ പാടില്ല. എനിക്ക് പറയാനുള്ളതാണ്, എത്ര തണ്ടമാർ കുഞ്ഞുങ്ങള് ഇല്ലാതായി.
ശരി, വ്യക്തമാണ്. അപ്പോൾ അതൊരു കൃത്യമായ ഒരു പ്രതികരണമാണ്. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ജയൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ജയൻ, നിങ്ങളുടെ നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എങ്ങനെ ആ നാടിന് ഇത് താങ്ങാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ താങ്ങാൻ കഴിയുന്നില്ല. 32 ശരീരഭാഗങ്ങൾ കിട്ടിയെന്നാണ് പറഞ്ഞത്. അതിൽ 29 ആരുടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആകെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ത്രില്ലാണ് പൂരം, തൃശ്ശൂർ പൂരം. അത് വെടിക്കെട്ട് ഏറ്റവും അടുത്ത് തന്നെ കണ്ടാലാണ് അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് നിരോധിക്കുക എന്നുള്ള സംവിധാനം വരികയാണെങ്കിൽ ഇവിടെ എന്ത് സംവിധാനമാണ് ഇവിടെ നടക്കാൻ പറ്റുക? എന്തിന്റെയും അപകടത്തിന്റെ മരണത്തിന്റെ ശതമാനം നമ്മൾ കണക്കൂട്ടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ കണക്കുകൂട്ടുകയാണെങ്കിൽ ഇത് വളരെ ചെറിയ ശതമാനം മാത്രമേ ഇതുള്ളൂ. കഴിഞ്ഞ ആഴ്ച ടി വിക്കാരെ എല്ലാവരും ഏറ്റെടുത്ത ചുരത്തിൽ വീണ ആ ചുരം വഴിയുള്ള യാത്ര എന്നും അപകട സാധ്യത ഉള്ളതാണ് എന്ന് കരുതി നമുക്കത് നിരോധിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ ഒരു ഉത്സവത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം. ഇപ്പോ നാളെ മറ്റന്നാളോ ഇവിടെ ഇനി പൂരം ചടങ്ങിന് വേണ്ടി മാത്രം ആക്കണം എന്നുള്ള നിയമം വരികയാണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരു വർഷത്തേക്ക് തയ്യാറായിട്ടുള്ള ആളുകൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പാഴാകില്ലേ? അപ്പൊ നിരോധിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തോട്ടെ. അതല്ല എങ്കിൽ അത് കാര്യമായിട്ടുള്ള കച്ചവടക്കാരെ എല്ലാവരും നമുക്ക് ബാധിക്കും. ഉത്സവങ്ങൾ കൊണ്ട് വേണ്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട്, അതുകൂടി കണക്ക് കൂട്ടണം. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു അപകടത്തിന്റെ പേരിലായിരിക്കരുത് നിരോധനം. പിന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു നിയമമുണ്ട്. ഒരു ക്യാബിനിൽ 3 പേരെ ഇരിക്കാൻ പാടുള്ള നിയമമുണ്ട്. ഓരോ ക്യാബിനും സുരക്ഷമായിട്ട് ചെയ്യണം നിയമമുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയോ എന്ന് ശ്രദ്ധിക്കുക. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ 100 കണക്കിന് ബൈക്കുകൾ കത്തി. അതിന് നിയമമുണ്ട്. ഒരു ക്യാബിനില് കത്തുകയാണെങ്കിൽ ഇത്ര ബൈക്ക് കത്താൻ പാടുള്ളൂ. ഇതൊന്നും നോക്കാതെ, നിയമവ്യവസ്ഥകൾ നോക്കാതെ ടിവിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ലത് വരട്ടെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ സ്കോളാന്തരം എന്നോട് പറയുന്നത് കച്ചവടമാണ് ഉദ്ദേശം, എത്ര പേർ മരിച്ചിട്ടും മനസ്സ് മാറുന്നില്ലല്ലോ എന്ന്. ഓക്കെ, പ്രാധാന്യമാണ് ശരിയെന്ന് പറയുന്നത്. എന്താണ് പ്രധാനം? ഓക്കെ, പ്രാധാന്യം ആണ് ശരിയെന്ന് സെബാസ്റ്റ്യൻ എന്നോട് പറയുന്നത്. എവിടെ തെറ്റി എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ പാല് കാച്ചലും വീട്ടിലെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകണം, ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ വരുമ്പോഴും വെടിക്കെട്ടാണ്. എന്തിനാണ് അത് നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്തിനും പടക്കം പൊട്ടിക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ ചെറിയ പടക്കങ്ങൾ കൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാറില്ല. ഇതുപോലെ വലിയ ഈ അതിഭീകരമായ പടക്ക നിർമ്മാണം എന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത്. ചന്ദ്രൻ നായർ, വളരെ വേദനയുണ്ട് സാർ. എന്റെ വൈഫിന്റെ വീടിന്റെ അടുത്താണ് ഈ മുണ്ടത്തിക്കോട് പാടശേഖരം. അവിടെയാണോ ഭാര്യയുടെ വീട്? അവിടെയാണോ? അതെ സാർ. അപ്പൊ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വല്ല പരിചയക്കാരോ മറ്റോ ആണോ ചന്ദ്രൻ നായർ? സാർ, അത് കാരണം കൊണ്ട് ഞാൻ ഇന്നലെ എന്ന് വെച്ചാൽ അതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒരാളിന്റെ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് സാറിനെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു ഈ സമയത്ത്. അതുപോട്ടെ സാർ. എന്താ വെച്ചാൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുക, ന്യൂസ് 8 കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിരുന്നു സാറിനെ. അത് സാറല്ല, അതുപോട്ടെ. ഏതായാലും എന്താ വെച്ചാൽ ഈ സംഭവത്തിൽ വളരെ സങ്കടമുണ്ട് സാർ. സാറ് പറയുന്നത് പോലെ ആനയും കരിമരുന്നും ഇല്ലാതെ ആയിരുന്നു നൂറ്റാണ്ടു കാലം മുമ്പ് എന്താന്ന് വെച്ചാൽ നമ്മളെ ഉത്സവങ്ങൾ നടത്തിയിരുന്നത്. ബാക്കിയെല്ലാം ഇപ്പൊ കാണുന്നതെല്ലാം മനുഷ്യ സൃഷ്ടിയാണ് സാർ. മനുഷ്യ സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പൊ കാണുന്നതൊക്കെ. ആനയും കരിമരുന്നും ഒക്കെ ഈ അടുത്ത കാലത്ത്, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുള്ള അറിവാണ്. 100 വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത് ഉണ്ടായിരുന്നില്ല സാർ. ഇതൊക്കെ എന്താ വെച്ചാൽ മനുഷ്യ സൃഷ്ടിയാണ്. അവര് തന്നെയാണ് അതിന് കരുക്കളാകുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയാണ് സാർ. വേദനയുണ്ട്, വളരെ വേദനയുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ എന്നോടൊപ്പം മറ്റു ചില പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. അത് രജിത, ശ്രീ രജിത പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സാറേ. രജിത, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ഉത്സവങ്ങൾ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക തോന്നുന്നുണ്ടോ? അതെ സാറേ, അത് കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരികയാണ് സാറേ. ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ശ്രീ രജിത? ആ സാറേ, അത് ഇത്രയും വലിയ വെടിക്കെട്ട് വേണ്ടെന്നാണ് പറയുന്നത്. ചെറിയ വിഷുവിന് പിന്നെ പറ്റാതിരിക്കില്ലല്ലോ. അപ്പൊ നമ്മ ഇത്രയും വലിയ അങ്ങനെയുള്ള വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻ കുട്ടിയാണോ? കൃഷ്ണൻ നായർ. ഓക്കെ.
ഈ വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യത്തിൽ ഇലക്ഷൻ വരുമ്പം തന്നെ ഈ നേതാക്കൾ വരുമ്പം വെടിക്കെട്ട് കാണിക്കാൻ കണ്ടിട്ടുണ്ടോ? അതെല്ലാം ഒഴിവാക്കണം. ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചാണ് പാലപ്പട പൊട്ടിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കണം. പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് ആചാരത്തിന്റെ കാര്യമാണ്. ആ ദേവസ്വം ബോർഡുകൾ തമ്മിൽ ആലോചിച്ച് അത് നിർത്തലാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമുക്ക് സമയക്കുറവുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുണ്ടല്ലോ, കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ. ആ കുക്കിംഗ് ഗ്യാസ് കത്തുന്ന ഓരോരുത്തർ ലൈറ്റർ വെച്ചല്ലേ കത്തിക്കുന്നത്. ആ ലൈറ്ററിൽ നിന്ന് വരുന്ന സ്പാർക്ക് കണ്ടിട്ടുണ്ടോ? കണ്ണ് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ചെറിയൊരു സ്പാർക്കാണ്. അത് വെച്ചിട്ടാണ് ഈ ഗ്യാസ് കത്തിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ വീടുകളിൽ നമ്മളെല്ലാം ഓരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. നമ്മൾ സുരക്ഷിതമായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ അത് പൊട്ടാത്തത്, അല്ലെ കത്താത്തത്. അത്രയും അളവ് ഗ്യാസ് ഈ ഓയിൽ കമ്പനികളിലെല്ലാം കൂടെ ചേർന്ന് എന്തുമാത്രം അളവ് ഗ്യാസ് ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ മാത്രം നോക്കിയാൽ മതി. മംഗലാപുരത്ത്, അത് വിദേശത്തു നിന്ന് കപ്പലെ വന്നിറങ്ങിയിട്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനം മംഗലാപുരത്തുണ്ട്. അത്രയ്ക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാക്ക് വെടിമരുന്ന് കൈകാര്യം ചെയ്യാനാണോ പാട്? ഇന്നത്തെ മലയാള മനോരമയ്ക്കകത്തും ദേശാഭിമാനിക്കകത്തും അതിന്റെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് ആയിരുന്നയാള് മലയാളിയായ ശ്രീ വേണുഗോപാൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചോ? ഇന്ന് വായിച്ചോ? അത് ശശിധരൻ വയലാർ. ഹലോ വയലാറില്ല, പാലക്കാട് ശശിധരൻ പാലക്കാട് നിന്നാണ്. ഓക്കെ, ശശിധരൻ വീട് എവിടെയാ? പാലക്കാട് എവിടെയാ? പാലക്കാട് പെരുങ്ങോട്ടുകുറിച്ചി. ഓക്കെ ഓക്കെ. ചുരുങ്ങിയ വാക്കുകളിൽ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ ഇന്നലത്തെ ആ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടമാകും സാറേ. എന്താ ചെയ്യാ? അതുപോലെ ഇത് അവരുടെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് അല്ല. ഇത് സൂര്യരശ്മിയുടെ കാര്യം തട്ടിയ കാരണം കൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു അപകടം വരാൻ കാരണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃത്യമാണ്. കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് നമുക്ക് ഒരു സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു, കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ. ഹലോ, കുന്നത്തൂർ. യെസ്, മനസ്സിലായി. അതെ, ഈ സംഭവം വളരെ വേദനാജനകമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും വേദനിക്കുന്ന സംഭവമാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ടപ്പോഴും. ആയതുകൊണ്ട് ഇനി ഒരമ്പലങ്ങളിലും ഈ വെടിക്കെട്ട് വേണ്ട എന്നൊരു നിർദ്ദേശം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരമ്പലങ്ങളിലും. ഹലോ, ഓക്കെ, വ്യക്തമാണ്, ക്ലിയർ ആണ്, കേട്ടു. അപ്പോൾ ഇത് സമയം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു VIP-കൾ മരിക്കുമ്പോൾ ആചാര വെടിവെക്കുന്നത് അനാചാരമാണ് എന്ന് എന്നോട് പറയുന്നു. അനൂപ് എന്നോട് പറയുന്നു സ്വന്തം ജീവൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബിസിനസ് നിർത്തിക്കോളും. 45 വർഷമായി പടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മുണ്ടത്തിക്കോടിലെ രക്ഷപ്പെട്ട ചേട്ടൻ പോലും അപകടം പറ്റിയപ്പോൾ ബോധം വന്ന് നിർത്തി എന്ന് പറയുന്നു. അപ്പോൾ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു പടക്കത്തിലുള്ള ആൾ ഇനിയില്ല എന്ന് പറഞ്ഞ് പോയല്ലോ, അതിൻ്റെ ഇതായിരിക്കാം പറയുന്നത്. ചേർത്തല കളിച്ചിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂർണ്ണമായും ആനയില്ലാത്ത ഉത്സവമാണ് നടക്കുന്നത്. ആനയില്ലാതായിട്ട് കുറച്ച് വർഷങ്ങളായി. ഓരോ വർഷവും ജനപങ്കാളിത്തം പക്ഷേ കൂടുന്നു എന്ന് എന്നോട് ശശിധരൻ വയലാർ എന്നോട് പറയുന്നു. ഓക്കെ, ഇതൊക്കെ കുറച്ച് വലിയ ഭാഗം ജനങ്ങളുടെ ജീവിത സാഹചര്യവും പോകും എന്ന് എന്നോട് കിഷോർ കെ ആണ് എന്നോട് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇനി നിരോധിക്കുകയാണെങ്കിൽ ദുബായ്, സിഡ്നി, ന്യൂ ഇയർ ഫയർ വർക്ക്സ് ഒക്കെ ഒഴിവാക്കേണ്ടി വരും എന്ന് പറയുന്നു. നന്ദകുമാർ എന്നോട് പറയുന്നത് ജയൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. പടക്ക നിർമ്മാണം സുരക്ഷിതമാണോ എന്ന് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഉറപ്പുവരുത്തുന്നില്ല എന്ന് ചോദിക്കുന്നു. പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണം. കരിമരുന്ന് പ്രയോഗം വേണോ വേണ്ടയോ എന്ന്, ആനകളെ കൊണ്ടു നടക്കുന്നത് വേണോ വേണ്ടയോ എന്നൊക്കെ ഭൂരിപക്ഷം നോക്കി അത് നിലപാടെടുക്കണം എന്ന് പറയുന്നവരും ഉണ്ട്. ഇപ്പോൾ ചില കാർണിവലുകൾ നടക്കുന്നിടത്ത് ഒട്ടകം വരെ വരുന്നു എന്നാണ്. അപ്പോൾ ഒട്ടകം പക്ഷേ അത്ര അപകടകാരിയല്ല ആനയെപ്പോലെ. കുറേയൊക്കെ ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇതൊക്കെ മനുഷ്യൻ്റെ അഹങ്കാരമായ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് MP അനൂപ് എന്നോട് പറയുന്നു. താല്പര്യമുള്ളവർ കാണാൻ വരിക, ഇല്ലാത്തവർക്ക് വരേണ്ട. വേറെ ജില്ലയിലുള്ളവർക്ക് അവിടെയുള്ള പല ആർഭാടങ്ങളായി നടത്താൽ വള്ളംകളി, കെട്ടുകാഴ്ച, തെയ്യം ഇതൊക്കെ നിർത്തി പാവങ്ങളെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് കിഷോർ ശ്രീ കിഷോർ കെ ഉണ്ണി. എനിക്ക് മുഴുവൻ വായിക്കാൻ കിട്ടുന്നില്ല പേര്. ഓക്കെ, എല്ലാവരുടെയും അടുത്ത് വന്നാലും പൂരം നിർത്താൻ തൃശ്ശൂർക്കാർ സമ്മതിക്കില്ല. അതിനാൽ എങ്ങനെ നടത്തണം എന്ന് തൃശ്ശൂർക്കാർ ഇരുന്ന് ചിന്തിച്ച് തീരുമാനിക്കട്ടെ എന്ന് പ്രഭാകരനും എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ സരള എന്നോടൊപ്പം വിളിച്ചായിരുന്നു, കോഴിക്കോട് നിന്നാണ്. ശ്രീ സരള.
ശ്രീമതി സരള ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്, ഫോണിലേക്ക് ശ്രദ്ധിച്ചാൽ. ആയിക്കോട്ടെ. അല്ല, സാറ് പറയുന്നത് ഞാൻ സ്ഥിരം കാണുന്ന ഒരു വാർത്താ ചാനലാണ്, അതുകൊണ്ടാണെന്ന് വിളിച്ചു നോക്കിയ നമ്പർ കണ്ടപ്പോ. സാറ് ഞാനും ചോദിച്ചിട്ടാണ്. പിന്നെ ഞാൻ ചോദിക്കുക സാറേ, ഇതെന്തോ ഒരു കഷ്ടം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണാവോ? ഏതായാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്രയും മനുഷ്യർ നമ്മളെ വിട്ടുപോയി, 4 പേരെ കാണാനില്ല എന്നുള്ളത് അതിനേക്കാൾ ദുഃഖകരമായിട്ട് നിൽക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് ഈ ദുഃഖം അതിജീവിക്കാൻ കരുത്ത് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ ഇവർക്കൊക്കെ? എല്ലാ സർക്കാരും ഇങ്ങനെ എത്ര പറയുന്നു, സർക്കാരിനോട് എല്ലാരോടും പറയുന്നു, ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഞങ്ങളെ നാട്ടിലൊക്കെ ഉത്സവം നടക്കാറുണ്ട്, വെടിക്കെട്ടൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു താലപ്പൊലി ഇതോ അത് അത്ര സന്തോഷത്തിലാ കഴിഞ്ഞു കൂടുന്ന ഒരു അപകടം ഉണ്ടാവില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീമതി സരള. ജോൺ ഗോമസ് എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ജോൺ ഗോമസ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ, ഞാൻ അമ്പലത്തുമൂല എന്ന് പറയും, തിരുവനന്തപുരം അമ്പലത്തുറ കോവളം. ഓക്കെ, അപ്പോൾ ശ്രീ ജോൺ ടി ഗോമസ്, ഈ അപകടം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നോ? നമ്മൾ കുറേ കൂടി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നോ? അതോ ഇത് സാധാരണ എല്ലാ മനുഷ്യരിലും പലതരം അപകടങ്ങൾ സംഭവിക്കുന്നത് പോലെ ഒന്നാണോ? എന്താണ് ശ്രീ ജോൺ ടി ഗോമസിന് തോന്നുന്നത്? സാർ, സാധാരണ അപകടം സംഭവിക്കുന്ന പോലെ നമുക്കിതൊരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രിക്വേഷൻ, നമുക്ക് എന്താ പറയുക, ഒരു മുൻകരുതൽ ഇല്ലാത്തതിന്റെ ഒരു പാളിച്ചയാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, നമുക്ക് ഈ ഉത്സവങ്ങൾ നടത്താം, നല്ലതാണ്. ഈ ആചാരങ്ങൾ മനുഷ്യന് ദോഷകരമാണ്, ജീവന് ഭീഷണിയാണ് എന്ന് വരികൾ നമുക്കത് നിർത്തലാക്കുന്നതല്ലേ സാർ നല്ലത്? ഇനി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കുമ്പോഴത്തേക്കും ഞാനിന്ന് വീഡിയോ കണ്ടായിരുന്നു, അവര് ചിരിച്ച് വളരെ എന്താ പറയുക, ഉത്സാഹപൂർവ്വം അവരിരുന്ന് തിരി നിറയ്ക്കുന്നതും ആ തിരിയൊക്കെ ഇതിലിട്ട് എടുക്കുന്നതും കരിമരുന്നിലൊക്കെ എടുക്കുന്നതും, എന്നിട്ട് പൊടുന്നനെയല്ലേ ആ ജീവനുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഇത് ചിന്തിക്കണ്ടേ, നമുക്ക് ആലോചിക്കണ്ടേ? അപ്പൊ നമുക്ക് വീണ്ടും ഉത്സവങ്ങൾ നടത്താം, പക്ഷേ ഉത്സവങ്ങൾ നടത്തുന്നുവെങ്കിൽ ഇത്തരം അപകടകരമായ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നടത്തുന്നതായിരിക്കും സാർ ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത്. അത് വേണ്ടപ്പെട്ട അധികൃതർ അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് പോലുള്ളവർ തീർച്ചയായും അതൊക്കെ ഇത് പരിഗണനയിലെടുക്കുക. പിന്നെ ജീവനാണ് വില. ഓക്കെ, ജീവൻ രക്ഷിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടെ വ്യക്തമായ ഒരു രീതിക്ക് നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു നിയമം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളുടെ ജീവന് നിലനിൽപ്പിന് വേണ്ടിയിട്ട്, മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശം ഭൂമിയിലുണ്ട്, ജീവൻ എടുക്കുവാനുള്ള അവകാശം ആർക്കുമില്ല. അതിപ്പോ അപ്പൊ അതാണ്. അപ്പൊ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത്, മനു എൻ്റെ പേര് പറയാതെ ഒരു ദിവസമെങ്കിലും ഇരിക്കില്ല. ഇന്നിപ്പോൾ തെറ്റിപ്പോയിട്ട് വേറൊരു ശശിധരൻ വന്നല്ലോ, അപ്പോൾ അദ്ദേഹം പാലക്കാടുകാരനാണ്. അപ്പോൾ ആ ശശിധരൻ്റെ പേര് പറയുന്നതിൻ്റെ പോലെ ഞാൻ ഈ ശശിധരൻ പിള്ളയാണെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും ശശിധരൻ എന്ന് കേൾക്കുമ്പോൾ ശശിധരൻ വയലാറാണ്, മറ്റേത് പെരിങ്ങോട്ടൂർശിക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഓക്കെ, ഏതായാലും ഗംഗാധരൻ കൂടി എന്നോടൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഗ്ലാഡിയേറ്റർ ഓർക്കുന്നത് കഴിഞ്ഞ പേൽഗാമിൽ നടന്ന മരണത്തെപ്പറ്റി ഓർക്കുന്നു. മലയാളികൾ അത്ര ദുഃഖിച്ചില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഗ്ലാഡിയേറ്റർ മലയാളികളെല്ലാം അതും വളരെയധികം ദുഃഖത്തോടു കൂടി തന്നെയാണ് പേൽഗാമിലെ ആ സംഭവം കണ്ടതും കേട്ടതും ഒക്കെ. അപ്പോൾ അവർക്കൊപ്പം നമ്മൾ ഇന്നും ആ ഒരു ഐക്യദാർഢ്യത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. ഗംഗാധരൻ പാലക്കാട് നിന്ന്. ശ്രീ ഗംഗാധരൻ, ചുരുങ്ങിയ വാക്കുകളിൽ. എനിക്ക് പറയാനുള്ളതേ, അവിടുത്തെ സാഹചര്യം, അവിടുത്തെ ഉള്ള അവരുടെ ഒരു സാഹചര്യങ്ങളിൽ ഒരു പ്രവൃത്തി കൊണ്ട് സംഭവിച്ച ഒരു കാര്യമില്ല സാറേ. അത് മൊത്തത്തിൽ കുറ്റം പറഞ്ഞ വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത് ശരിയാണ് സാറേ. കാരണം അവിടുത്തെ സാഹചര്യം കൊണ്ട് ഒരു സംഭവിച്ചല്ലേ സാറേ, അവിടെ അങ്ങനെ സംഭവിച്ചു എന്നാണ് എന്റെ അഭിപ്രായം സാറേ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പുകവലി ഒഴിവാക്കണം പറയുമ്പോൾ അത് എന്തായാലും അതിന്റെ ഓരോരോ കാര്യങ്ങളിലൂടെ അത് ഓട്ടോമാറ്റിക് അന്ന് പറഞ്ഞ പോലെയാണ് എന്റെ ഒരു അഭിപ്രായം. അവിടുത്തെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു, അത് മൊത്തത്തില് എന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നാണ് എന്റെ അഭിപ്രായം സാറേ, വേറെ ഒന്നുമില്ല സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ സുരേഷ് നായർ എന്നോട് പറയുന്നു, എന്തോ അട്ടിമറി നടന്നോ എന്ന് സംശയം എന്ന് എന്നോട് പറയുന്നു. പ്രഭാകരൻ തൃശ്ശൂർക്കാർ ഈ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അട്ടിമറിയല്ല, നിയമപരിധിക്ക് അപ്പുറവും വെടിമരുന്ന് സൂക്ഷിച്ചു എന്ന് പെസ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം എന്ന് അനൂപ് പറയുന്നു. ഒരു ദിവസമെങ്കിലും ഓക്കെ. അപ്പോൾ പള്ളിയിലാകാമോ വെടിക്കെട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്താണ് ഇത് ആ വിഷയമല്ലല്ലോ പറയേണ്ട. ഓക്കെ, അപ്പോൾ പോൾ ജോസഫ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ പോൾ ജോസഫ്. നമസ്കാരം സാർ. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത ഒരു, എന്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഗതി നടന്നിട്ടുള്ളത്. ശ്രീ പോൾ ജോസഫിന്റെ വീട് എവിടെയാണ്?
എന്റെ വീട് കോളങ്ങാട്ടുകരാന്ന് പറയും. ഇവിടുന്ന് ഈ വഴി മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് തന്നെ വരും. അപ്പൊ ഇത് മെഡിക്കൽ കോളേജിന്റെ പുറകുവശമാണല്ലോ ഈ മുണ്ടത്തിക്കോട്? മെഡിക്കൽ കോളേജിന്റെ പുറകുവശത്താണ് ഞങ്ങളുടെ കോളങ്ങാട്ടുകര. അതൊരു ട്രയാങ്കിൾ പോലെയാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഏകദേശം ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ ചുറ്റളവിലാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോ എന്തായാലും ഈ പറഞ്ഞ സാറിന്റെ ക്യാപ്ഷൻ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. അത്യാവശ്യമാണെങ്കിൽ വല്ല കുറച്ച് 1 ലക്ഷം ഓലപ്പറക്കം വെച്ച് പൊട്ടിച്ചോട്ടെ, കാര്യം കഴിഞ്ഞു. ഒരു ശബ്ദത്തിനും ബഹളത്തിനും ഇതൊക്കെ ഭയങ്കര അപകടമാണ് സാറേ. ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം. അവിടെ ഈ സംഭവം നടന്നപ്പോ ശ്രീ പോൾ, താങ്കളുടെ വീട്ടിന്റെ പരിസരത്തുള്ള ആളുകൾ ഞെട്ടിപ്പറിച്ചു. എന്താണ് അവർ പറയുന്നത് അവിടുത്തെ ആള്? ഭയങ്കര കമ്പനി ഉണ്ടായി. വീടൊക്കെ ഇങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇറക്കിക്കാന്നാണ്, ഭൂമി കുലുക്കാന്ന് വിചാരിച്ചേ. ഞങ്ങളെല്ലാവരും വിളിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്താണാവോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് അത് വാർത്ത വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വളരെ കഷ്ടകരം, ദുഃഖകരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല സാർ. ഇതൊക്കെ നിർത്തേണ്ട കാലമായി എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഞാൻ നവമിയിൽ നിന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. നവമിയിലേക്ക് വരാം. ഏതായാലും ഇത് ഈ സമയം ഇത് നിർത്തുന്നതാണ് നല്ലത്. ഈ വെടിമരുന്ന് എന്നോട് പിന്നെ ജയകുമാർ പറയുന്നു. സർക്കാർ ഇത് പൂർണ്ണമായി നിർത്തില്ല എന്ന് സുനിമോൾ പറയുന്നു. ജീവന് മുകളിലല്ല വെടിക്കെട്ടും ആനയും ഒക്കെ എന്ന് എന്നോട് അനൂപും പറയുന്നു. മനുഷ്യൻ പറയുന്നു എന്നോട്, മനുഷ്യ എന്താ പറയുന്നു നോക്കട്ടെ, തീപ്പൊരി മേലെ നിന്നും ഒന്ന് പറയുന്നു. പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് എന്നോട് മനുഷ്യൻ പറയുന്നത്. എന്താണ് മനുഷ്യനെ ഇവിടുന്ന് കിട്ടിയെന്ന് ഈ വിവരമൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നവമി ഏറ്റവും ഇപ്പോൾ വേദനാകരമായ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടുന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. പക്ഷേ എന്താണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന പ്രവീണിൻ്റെ ഭൗതിക ശരീരം മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയോ, അത് ബന്ധുക്കൾ എന്താണ് അവിടെ ഏറ്റുവാങ്ങാൻ എത്തിയോ, എന്താണ് അവിടെ നിന്ന് നൽകുന്ന ചിത്രം നവമി? മനു, അല്പസമയം മുമ്പാണ് പ്രവീണിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും പ്രവീണിന്റെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങും, സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ അപകടം സംഭവിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം മുതൽ തന്നെ പ്രവീൺ വെന്റിലേറ്ററിലായിരുന്നു. 70%-ലധികം പൊള്ളലേറ്റിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ പ്രവീൺ കൂടി മരിച്ചിരിക്കുന്നു. 2 പേരെയായിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. അതിലൊന്ന് പ്രവീണ്, ഇനി ഒരാളാണ് ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നത്. അത് ഇതിൻ്റെ ഈ പടക്കശാലയുടെ ലൈസൻസി ആയിട്ടുള്ള സതീശനാണ്. സതീശൻ്റെയും നില അതീവ ഗുരുതരമാണ്. 70%-ന് മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മരിച്ചിരിക്കുന്ന പ്രവീൺ അത് പട്ടാമ്പി സ്വദേശിയാണ്. 45 വയസ്സാണ്. 90% പൊള്ളലേറ്റ് ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അതിനിടയിലാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ മോർച്ചറിയുടെ മുന്നിൽ നിന്നും നൽകാനുള്ളത്. പ്രവീണിൻ്റെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അവരെ ഉടനെ തന്നെ ഏറ്റുവാങ്ങും. അവസാന നടപടിക്രമങ്ങൾ പ്രവീണിൻ്റെ ബന്ധുക്കൾ മൃതദേഹം കാണുകയാണ്. അതിനുശേഷം ഉടനെ തന്നെ ഏറ്റുവാങ്ങും. നേരത്തെ നമ്മളിവിടെ നിൽക്കുമ്പോൾ അതെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി. മനു, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ബന്ധുക്കൾ ഇപ്പോൾ മൃതദേഹം കാണുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കരഞ്ഞ് തളർന്നു പോകുന്ന ഉറ്റവരെയാണ് കാണുന്നത്. എന്ത് പറഞ്ഞവരെ സമാധാനിപ്പിക്കും? അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ, തൻ്റെ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ അവരോട് നമുക്ക് എന്താണ് ചോദിക്കാൻ കഴിയുക? അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഏറെ വേദനയോടുകൂടിയാണ്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, ഉടനെ വീട്ടിലെത്തുമോ, അങ്ങനെ പല ആശങ്കകളോടുകൂടി എത്തുന്നവരാണ് ഇവിടെ ഉള്ളത്. ഒക്കെ വളരെ വേദനിപ്പിക്കുന്ന, നമുക്ക് വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ മോർച്ചറിക്ക് മുന്നിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ മണികണ്ഠൻ എന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി ഈ
ഈ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് വിതുമ്പുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അവരെ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സമയമായിരുന്നു അത്. അങ്ങനെ നിരവധി പേർ ഇവിടെ 9 പേരുടെ മരണമായിരുന്നു നേരത്തെ സർക്കാർ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അത് പ്രവീണിനെ കൂടി ചേരുമ്പോൾ അത് 10 ആയിട്ടുണ്ട്. അതിൽ 8 പേരെയാണ് തിരിച്ചറിഞ്ഞത്, പ്രവീണും ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. ഒരാളെ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട്. അയാളുടെ ബന്ധു എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തി കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നവമിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ ആളുകൾ എന്നോടൊപ്പം യൂട്യൂബിലുണ്ട്. ശ്രീഹരി കാർത്തികപുരം എന്നോട് പറയുന്നു ജീവന് മുകളിലില്ല ഒന്നും, പക്ഷേ വേണ്ടതിന് വേണം, വേണ്ടാത്തതിന് വേണ്ടതാനും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും കുറച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു. വെടിക്കെട്ടില്ലാതെ, ആനകളില്ലാതെ ഒക്കെ നമുക്ക് ഈ ആഘോഷങ്ങൾ നടത്താൻ കഴിയുമോ എന്നാണ് ഞാൻ പ്രേക്ഷകരോട് പ്രധാനമായും ചോദിച്ചത്. അപ്പോൾ എന്നോട് വലിയൊരു വിഭാഗം ആളുകൾ ഇതിൽ കമൻറ്റുകളുമായി വന്നു. പക്ഷേ 78% ആളുകളും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആഘോഷങ്ങൾ നടത്താൻ കഴിയുമെന്ന തരത്തിലാണ് എനിക്ക് അവിടെ കമൻറ്റുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആഘോഷങ്ങൾ മനുഷ്യൻ്റെ ജീവൻ കവർന്നെടുക്കുന്ന ദുരന്തങ്ങളായി മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ പലതും ചിന്തിക്കേണ്ടി വരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തായാലും മനുഷ്യജീവൻ പണയം വെക്കേണ്ടതില്ല. മനുഷ്യൻ്റെ ജീവനും ക്ഷേമവും സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തിയുടെ അർത്ഥം. ജീവൻ നഷ്ടപ്പെടുന്ന ആഘോഷങ്ങൾ ദൈവത്തിനും പ്രിയങ്കരമാകില്ല. സുരക്ഷിതമായും സമാധാനപരമായും നടത്തുന്ന പ്രാർത്ഥനകളും ആഘോഷങ്ങളുമാണ് യഥാർത്ഥ ദൈവവിശ്വാസത്തിൻ്റെ തന്നെ അടയാളം. അതിനാൽ ജാഗ്രതയോടെ, ഉത്തരവാദിത്വത്തോടെ, മനുഷ്യജീവനെ മാനിച്ചുകൊണ്ട് ആഘോഷങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. കഴിഞ്ഞേ മതിയാകൂ. ആഘോഷങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ഒക്കെ നിമിഷങ്ങളാകണം, ആകട്ടെ എന്നാശംസിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.